കോവിഡ് പ്രതിരോധത്തിന് കേരളത്തിലടക്കം വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലത്തിന് കാരണമാകുമെന്ന നിർമ്മാതാക്കളുടെ റിപ്പോർട്ട് വാക്സിൻ എടുത്തവരെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അപൂർവ സന്ദർഭങ്ങളിൽ രക്തം കട്ടപിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതിനും കോവിഷീൽഡ് കാരണമാകുമെന്നാണ് കമ്പനി കോടതിയിൽ വ്യക്തമാക്കിയത്. മഹാമാരി സമയത്ത് ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അസ്ട്രാസെനക്കയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് കോവിഷീൽഡ്. കേരളത്തിലടക്കം ഇന്ത്യൻ നിർമ്മിത കോവാക്സിൻ അടക്കമുള്ള വാക്സിനുകൾ വിതരണം ചെയ്തിരുന്നുവെങ്കിലും കോവിഷീൽഡ് വാക്സിനായിരുന്നു ആവശ്യക്കാർ ഏറെ. കോവിഡ് വാക്സിൻ എടുത്തവർക്ക് പാർശ്വഫലങ്ങൾ വരുന്നുവെന്ന വ്യാജവാർത്തകൾ ഒന്ന് അടങ്ങിയ സമയത്താണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ 70% പേരും കോവിഷീൽഡ് വാക്സിനാണ് സ്വീകരിച്ചത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിൽ ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ഇത്തരമൊരു ആശങ്കയ്ക്ക് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് മേധാവി പ്രൊഫസർ ഡോക്ടർ SS ലാൽ അഭിപ്രായപ്പെടുന്നത്. വാക്സിൻ സ്വീകരിക്കുന്നതിന് മുമ്പ് കോവിഡ് ബാധിച്ചവരിൽ ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടെത്തിയിരുന്നുവെന്നും വാക്സിൻ സ്വീകരിക്കാൻ തുടങ്ങിയ ശേഷം അത്തരം ഗുരുതര പ്രശ്നങ്ങൾ ഗണ്യമായി കുറഞ്ഞെന്നുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ഷമീർ പറയുന്നത്. മാധ്യമം ദിനപത്രമാണ് ഇവരുടെ അഭിപ്രായം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കോവിഡിന്റെ തുടക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇത് വളരെ അപൂർവമായിരുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കുന്നു. ഇനി ഇത്തരത്തിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ ആദ്യ വാക്സിനേഷന് ശേഷമുള്ള ഏതാനും ദിവസങ്ങൾക്കുള്ളിലാകാമെന്നും 3 ഡോസും സ്വീകരിച്ച് ഏറെ നാളുകളായതിനാൽ ആശങ്കപ്പെടാനില്ലെന്നുമാണ് ഗ്ലോബൽ ഹെൽത്ത് ഡയറക്ടർ ഗഗൻദീപ് കാങ് അറിയിക്കുന്നത്. അസ്ട്രാസെനക്ക നിർമ്മിച്ച വാക്സിനുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കാണിച്ച് വിവിധ രാജ്യങ്ങളിലെ നിരവധി പേർ പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. UK-യിലാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതും കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതും. 2021 ഏപ്രിൽ 21-ന് UK സ്വദേശിയായ ജെയ്മി സ്കോട്ട് വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ചു. ഇതിന് പിന്നാലെയാണ് കമ്പനിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചത്. വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ടപിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജെയ്മി സ്കോട്ട് കമ്പനിക്കെതിരെ നിയമ നടപടി ആരംഭിച്ചത്. ഏറെ നാൾ പിന്നിട്ട നിയമ യുദ്ധത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കൾ തങ്ങളുടെ പിഴവ് തുറന്ന് സമ്മതിച്ചത്. UK ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ആദ്യം വാക്സിന് പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് വാദിച്ചെങ്കിലും അസ്ട്രാസെനക്ക പിന്നീട് തങ്ങളുടെ വാക്സിൻ ചില അവസരങ്ങളിൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു. അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം, ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിനുകൾ കാരണമാകാമെന്നാണ് കമ്പനി കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയത്. കമ്പനിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമായേക്കുമെന്നാണ് കരുതുന്നത്. അസ്ട്രാസെനക്കയ്ക്കെതിരെ നിരവധി പേർ കേസ് ഫയൽ ചെയ്തിരുന്നു. 100 മില്യൺ പൗണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് 51 കേസുകളാണ് UK ഹൈക്കോടതിയിലുള്ളത്. കോവിഷീൽഡ് കുത്തിവെച്ച ചിലരിൽ രക്തം കട്ടപിടിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വാക്സിൻ വിതരണം കുറച്ചുകാലം നിർത്തിവച്ചിരുന്നു. തങ്ങളുടെ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ചതോടെ കമ്പനി ഗണ്യമായ പിഴ കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിലും സംശയമില്ല. അസ്ട്രാസെനക്ക നിർമ്മിച്ച വാക്സിനുകൾ ഇനി UK-യിൽ ഉപയോഗിക്കില്ലെന്ന് ആരോഗ്യ വൃത്തങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്.